പാപങ്ങളുടെ പരിഹാരത്തിനായി കുരിശിൽ ബലിയായി തീർന്ന ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യേശുവ ഇന്റർ പ്രൊവിൻസ് മിഷൻ ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. I present before you an eminent personality, our quizmaster, Dr. Vipin Roldan Valumel, Chief Consultant Psychologist of Ernakulam Sunrise Hospital. നല്ലൊരു കയ്യടിയോടെ നമ്മുടെ ക്വിസ് മാസ്റ്ററിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. യേശുവ സിറ മലബാർ ഇന്റർ പ്രൊവിൻസ് മിഷൻ ക്വിസ് ഫോർ സിസ്റ്റേഴ്സ് അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. സെക്കൻഡ് എലിമിനേഷൻ. ആദ്യഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയത് 36 ടീമുകളാണ്. വാശിയേറിയ മത്സരം നടന്നു. നിരന്തരമായ പഠനവും ഉറക്കമില്ലാത്ത രാത്രികളും അവരെ ബുദ്ധിമുട്ടിലാക്കി. എങ്കിലും മിഷനോടുള്ള തീഷ്ണതയും യേശുനാഥനുള്ള അടിയുറച്ച വിശ്വാസവും കൂടുതൽ പഠിക്കാനും കൂടുതൽ ചിന്തിക്കാനും അവരെ പ്രേരിപ്പിച്ചു. മത്സരങ്ങൾ കടുത്തതായിരുന്നു. കാരണം സഭ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് തൻ്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് യേശുനാഥനോടുള്ള സഭയുടെ ഉത്തരവാദിത്തം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മത്സരം എന്ന നിലയിൽ ചില ടീമുകൾ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വരുന്നു. അത് മത്സരത്തിൻ്റെ അനിവാര്യതയാണ്. പക്ഷേ ഇവിടെ ആരും തോറ്റിട്ടില്ല. ഇവിടെ ആരും പരാജയത്തിൻ്റെ കയ്പ് നീർ രുചിച്ചിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ വിജയിക്കുകയാണ് ചെയ്തിരിക്കുക. കുറച്ചാളുകൾ മത്സരത്തിൽ നിന്ന് മാത്രമാണ് പുറകോട്ട് പോവുക. പക്ഷേ അവരുടെ ഉള്ളിൽ അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയതനുസരിച്ച് പ്രേക്ഷിത വീര്യം കൂടിയിട്ടുണ്ട്. കണ്ടിരുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഇതിന് ചൈതന്യം പകർന്നു കൊടുക്കാൻ സാധിച്ച നിറവിലാണ് ഈ ഒരു മത്സരത്തിൽ നിന്നും അവർ പിന്മാറുന്നത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അണിയറയിൽ നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുക. 18 ടീമുകളാണ് മുൻനിരയിലേക്ക് മറ്റു മത്സരത്തിൻ്റെ ട്രാക്കിലേക്ക് പോകുന്നത്. 18 ടീമുകൾ നമ്മളോട് യാത്ര പറയുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഇതുവരെ മത്സരിച്ച 18 ടീമുകളെ ബ്ലെസ് ചെയ്യാനും ആശംസകൾ പകരാനും ഇതുവരെ അവർ കാണിച്ച എല്ലാവിധമായ സഹകരണത്തിന് നന്ദി പറയാനും അവരുടെ കൂടെ ആയിരിക്കുവാനും ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി നമുക്ക് ആവശ്യമാണ്. ആ വ്യക്തിയെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ഈ വേദിയിലേക്ക് വരേണ്ട ആ ശ്രേഷ്ഠ വ്യക്തിത്വം മറ്റാരുമല്ല, റവറൻ ഡോക്ടർ ജോസ് ചെറിയമ്പനാട്ട്. അച്ഛനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മോട് വിട പറയുന്ന, എന്നാൽ നമുക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
മലബാർ സഭയിലെ 67 പ്രൊവിൻസുകളിൽ നിന്നുള്ള സന്യാസിനികൾ ആദ്യ ലെവലിൽ ഇവിടെ മാറ്റുരച്ചപ്പോൾ ഉയർന്ന മാർക്കോടെ 36 ടീമുകളാണ് സെക്കൻഡ് ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സെക്കൻഡ് ലെവലിലെ മത്സരത്തിന് ശേഷം പ്രേക്ഷിത തീക്ഷ്ണതയാൽ ജ്വലിച്ച 18 ടീമുകളാണ് നമ്മുടെ തേർഡ് ലെവൽ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. യേശുവ ഇന്റർ പ്രൊവിൻസ് മിഷൻ ക്വിസിന്റെ സെമി ഫൈനൽ സ്റ്റേജിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യേശുവ ഇന്റർ പ്രൊവിൻസ് മിഷൻ ക്വിസിന്റെ സെമി ഫൈനലിലേക്ക് കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. Our first team SH Pala. SH Pala പ്രൊവിൻസിൽ നിന്നും എത്തുന്നു സിസ്റ്റർ ബ്രിജിറ്റ് ആൻഡ് സിസ്റ്റർ മോണിക്ക. SABS തൃശൂർ. SABS തൃശൂർ ടീമിനെ പ്രതിനിധീകരിക്കുന്നു സിസ്റ്റർ ജിയോ തെരേസ് ആൻഡ് സിസ്റ്റർ ആൻസി. CHF ഇരിങ്ങാലക്കുട. CHF ഇരിങ്ങാലക്കുട ടീമിൽ നിന്നും എത്തുന്നു സിസ്റ്റർ മേഴ്സി ആൻഡ് സിസ്റ്റർ ജോസ്ഫിൻ. SKD മാനന്തവാടി. SKD മാനന്തവാടി ടീമിനെ പ്രതിനിധീകരിക്കുന്നു സിസ്റ്റർ ഗ്രേസി ആൻഡ് സിസ്റ്റർ ബിൻസി. SH കാഞ്ഞിരപ്പള്ളി. SH കാഞ്ഞിരപ്പള്ളി ടീമിൽ നിന്നും എത്തുന്നു സിസ്റ്റർ ലിയ ടോം ആൻഡ് സിസ്റ്റർ കൊച്ചുറാണി. SABS എറണാകുളം. SABS എറണാകുളം ടീമിനെ പ്രതിനിധീകരിക്കുന്നു സിസ്റ്റർ ടെസി ആൻഡ് സിസ്റ്റർ ലിസ്മി. യേശുവ സീറോ മലബാർ ഇന്റർ പ്രൊവിൻസ് മിഷൻ ക്വിസ് ഫോർ സിസ്റ്റേഴ്സ്. കഴിഞ്ഞ 2 ലെവലിലൂടെ നിരവധി എപ്പിസോഡിലൂടെ കടന്നുപോയ യേശുവ ഇന്ന് 3-ാം ലെവലിൽ എത്തി നിൽക്കുകയാണ്. നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന വളരെ ശക്തമായ പ്രശസ്തമായ ഒരു ഗാനമുണ്ട്. ഈ ഗാനം നമുക്ക് നൽകുന്ന ചിന്ത ഈ ഒരു മിഷൻ വർഷത്തിൽ ഈ ഒരു മത്സരത്തിൻ്റെ തലത്തിലൂടെ നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തെ ജനകീയമാക്കാൻ സഹായിച്ച എല്ലാ പ്രൊവിൻസുകളോടും പങ്കെടുത്ത എല്ലാ വ്യക്തികളോടും ഇതിനുവേണ്ടി അധ്വാനം ചെയ്ത ഓരോ വ്യക്തികളെയും മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ ഈ ചൈതന്യത്തിലേക്ക് നയിച്ച എല്ലാ വ്യക്തികൾക്കും പ്രത്യേക ഒരു ആശംസ അർപ്പിച്ചുകൊണ്ട് മുൻപേ കടന്നുപോയ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്താൻ ഭാഗ്യം ലഭിച്ച മത്സരത്തിലൂടെ നേടിയെടുത്ത എല്ലാ പ്രിയ കണ്ടസ്റ്റൻസിനും വിജയാശംസകൾ നേർന്നുകൊണ്ടും നമ്മൾ ആരംഭിക്കുന്നു യേശുവയുടെ തേർഡ് ലെവൽ. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ അഭിനന്ദനം വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ പറയട്ടെ. കാരണം നിങ്ങൾ 3-ാമത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഇത് സെമി ഫൈനൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മത്സരത്തിന്റെ താളം മാറും, രീതി മാറും. നിരവധി സാധ്യതകളുമായി മത്സരാർത്ഥികൾക്ക് മുന്നിലെത്തുന്നു അവർ ഫസ്റ്റ് റൗണ്ട് ലിങ്ക് റൗണ്ട്. ഈ റൗണ്ടിന്റെ പേര് ലിങ്ക് റൗണ്ട് എന്നാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ 1-2 വാക്കുകൾ നിങ്ങൾ കാണും. 4 ഓപ്ഷൻസും നിങ്ങൾക്ക് കാണും. സ്ക്രീനിൽ കണ്ട വാക്കും മറ്റ് 4 ഓപ്ഷൻസുമായിട്ട് എന്തോ ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അത് നിങ്ങൾ കാണിച്ച ലിങ്ക് കറക്റ്റ് ആണെങ്കിൽ അത് മറ്റൊരു 4 ലിങ്കിലേക്ക് പോകും, 4 ഓപ്ഷൻസിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് അടുത്ത അവസരം. അവിടെ നിങ്ങൾക്ക് 4 ചോയ്സിൽ ഇഷ്ടമുള്ള ചോയ്സ് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മോണിറ്ററിൽ ആ ലിങ്കിൻ്റെ അടുത്ത ലിങ്കിലേക്ക് പോകും. പക്ഷേ ആദ്യത്തെ 4 ചോയ്സുകൾ നിങ്ങൾ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആൻസർ പറയുമ്പോൾ അത് ആദ്യം എഴുതി കാണിച്ച വാക്കുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഈ ലിങ്ക് തുറന്ന് അടുത്ത ലിങ്കുകൾ സ്റ്റാർട്ടായി വരികയുള്ളൂ. അല്ലെങ്കിൽ സോറി എന്നൊരു വാക്കും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുകയും ചെയ്യും. എന്നാൽ ലിങ്ക് കറക്റ്റ് ആവുകയും നിങ്ങൾക്ക് ഓരോ ലിങ്കിലൂടെ കടന്നു പോകാൻ സാധിക്കുകയും ചെയ്താൽ ആദ്യ ലിങ്കിന് 10 മാർക്ക്, അടുത്ത ലിങ്കിന് 10 മാർക്ക്, അവസാന ലിങ്കും കറക്റ്റ് ആയാൽ 30 മാർക്ക് നേടാനുള്ള അസുലഭമായൊരു അവസരമാണ് വരിക. മുൻ റൗണ്ടുകളെക്കാളും അല്പം കോംപ്ലിക്കേഷൻ ഇതിലുണ്ടാകാം. പക്ഷേ നമുക്ക് ശ്രമിക്കാം. പെട്ടെന്ന് മറുപടി പറയുന്നതിന് നല്ലത് ആലോചിച്ച് പറയാം. എങ്കിലും 5 നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി വേണം. അതുകൊണ്ട് ബ്രെയിൻ അല്പം വേഗത്തിൽ വർക്ക് ചെയ്യട്ടെ. ആദ്യ ചാൻസ് പോകുന്നത് SABS തൃശ്ശൂരിനാണ്. നിങ്ങൾക്ക് മോണിറ്ററിൽ ശ്രദ്ധിക്കാം. ഒരു വിഷയം ഇപ്പോൾ അവിടെ തെളിഞ്ഞു വരും. ആ വാക്ക് പിന്നെ 4 ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓവർ ടു സ്ക്രീൻ. സപ്ത വിഷയ പദ്ധതി, ഇതാണ് നിങ്ങളുടെ വാക്ക്. സപ്ത വിഷയ പദ്ധതി. ഇനി നിങ്ങൾ ലിങ്ക് ശ്രദ്ധിക്കുക. 4 ലിങ്കുകൾ വരുന്നുണ്ട്.
ജോനാസ് തളിയത്ത്, മാർ വിജയാനന്ദ് നെടുമ്പുറം, മാർ ജാനുവരിയൂസ് പാലത്തുരുത്തി, മാർ പൗളിനൂസ് ജീരകത്തിൽ. നിങ്ങൾ പറയുന്ന ആൻസറിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മൾ അതിൻ്റെ തലത്തിൽ കടന്നു പോകാനായിട്ട് നോക്കും. ഈ 4 ചോയ്സിൽ ഏത് ചോയ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പറയേണ്ടത്. സ്ക്രീനിൽ നോക്കി ഉത്തരം പറയാം. ഉത്തരം പറയാനുള്ള സമയം ആയി കഴിഞ്ഞു. മാർ ജാനുവാരിയൂസ് പാലാന്തുരുത്തി. മാർ ജാനുവാരിയൂസ് പാലത്തുരുത്തി. നിങ്ങൾക്ക് അത് ഓക്കെ എങ്കിൽ നമ്മളത് ഇപ്പോൾ കണക്ട് ചെയ്യുകയാണ്. ആദ്യ റൗണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ജാനുവരിയൂസ് പാലത്തുരുത്തി. അത് അടുത്ത ലിങ്കിലേക്ക് മാറുകയാണ്. വീണ്ടും 4 ഓപ്ഷൻസ്. 20 മാർക്ക് നേടാനുള്ള അവസരം എത്തിയിരിക്കുകയാണ്. 20 മാർക്ക് നേടാൻ ഇതിൽ 1977, 90, 62, 68 ഈ ജാനുവരിയൂസ് പാലത്തുരുത്തിയും ഈ 4 ലിങ്കുകളും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ശരിയായി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൽ ഏതോ ഒരു വർഷത്തിൽ അതിന് സത്യം ഒളിച്ചിരിപ്പുണ്ട്. യു ക്യാൻ ഗോ ടു ദ റൈറ്റ് ആൻസർ. യുവർ ടൈം. 1990. 1990. സോറി, 20 മാർക്ക് നേടാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഗെയിമിലെ അവസരം നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ അവിടെ വന്ന 4 ലിങ്കിൽ സപ്തവിഷയ പദ്ധതിയും മാർ ജാനുവരിയൂസ് പാലത്തുരുത്തിയുമായ ബന്ധം, ഈ സപ്തവിഷയ പദ്ധതി നടപ്പാക്കിയ ചാന്താരൂപത ആദ്യ പിതാവ് എന്നുള്ളതാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു. അത് ചാന്താരൂപത രൂപതയായ വർഷം പറഞ്ഞത് തെറ്റിപ്പോയി. ശരിയായ വർഷം 1962 എന്നുള്ളതാണ്. ഈ ലിങ്ക് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിച്ചില്ല എങ്കിലും ആദ്യത്തെ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യ മാർക്കിൻ്റെ അഭിനന്ദനങ്ങൾ. CHF ഇരിങ്ങാലക്കുട കണ്ടില്ലേ എത്ര നിസ്സാരമായ മത്സരം. ഈ നിസ്സാരമായ മത്സരത്തിലാണ് നമ്മൾ സെമി ഫൈനലിൽ നിൽക്കുക. സെമി ഫൈനലിൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ കണക്ഷൻസ് പോലെ ഈ ലിങ്കുകൾ പോകാനായിട്ട് നിൽക്കുകയാണ്. ആർ യു റെഡി? CHF ഇരിങ്ങാലക്കുട. നിങ്ങളുടെ ശ്രദ്ധ ഓവർ ടു ദ സ്ക്രീൻ. ജോൺ ബോൾ രണ്ടാമൻ. മനസ്സിന് എന്തൊരാശ്വാസം അല്ലേ? വളരെ സിമ്പിളായ ഒരു ചോദ്യം. ഈ ജോൺ ബോൾ രണ്ടാമനും ഇനി വരാൻ പോകുന്ന 4 ഉത്തരങ്ങളും തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ട്. 1975, 1990, 1965, 2008 എവിടെയോ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ 4 ചോയ്സിൽ ഒരു ചോയ്സ് നിങ്ങൾക്ക് പറയാം. ഏത് ചോയ്സാണ് നിങ്ങൾ പറയുക? 4 ചോയ്സിൽ ഒരു ചോയ്സ് ആലോചിച്ച് പറയാം. 5 നിമിഷങ്ങൾ മാത്രം. യു ക്യാൻ ആൻസർ. 1990. ഉറപ്പാണല്ലോ? അതെ. എങ്കിൽ നമുക്ക് നോക്കാം ആ ലിങ്ക് കറക്റ്റ് ആണോ നോക്കാം. 1990. യെസ്, നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. 1990 absolutely right. എങ്കിൽ ഇതിൽ നിന്നും മറ്റ് 4 ലിങ്കുകൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ആദ്യ ലിങ്ക് കറക്റ്റായി ഔട്ട് ടു ദ നെക്സ്റ്റ് 4 ആൻസേഴ്സ്. ഇതും മറ്റ് 4 ലിങ്കുകൾ രക്ഷകന്റെ മിഷൻ, പ്രേക്ഷിത പ്രവർത്തനം, സുവിശേഷ പ്രഘോഷണം, കർത്താവിന്റെ വചനം. ഇതിലേതോ ഒരു ലിങ്കുമായിട്ട് 1990 ഒരു ബന്ധമുണ്ട്. ഓവർ ടു ദ ആൻസർ. രക്ഷകന്റെ മിഷൻ. രക്ഷകന്റെ മിഷൻ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓവർ ടു ദ ലിങ്ക്. യെസ്, യു ഗോട്ട് 20 മാർക്ക്. 20 മാർക്ക്. അത് കറക്റ്റ് ആയിരിക്കുകയാണ്. 30 മാർക്ക് നേടാനുള്ള സുന്ദരമായ ഒരു അവസരത്തിലേക്ക് വന്നിരിക്കുകയാണ്. മനസ്സ് പതറരുത്. 30 മാർക്ക് നേടാനുള്ള സുന്ദരമായ അവസരത്തിലേക്ക് ലാസ്റ്റ് 4 ചോയ്സസ്. We can go for the last 4 choices. ദൈവവചന പ്രഘോഷകൻ, പ്രേക്ഷിത കൽപ്പന, പ്രേക്ഷിത നവോത്ഥാനം, മിഷണറി, ആധ്യാത്മികത. ഇതിൽ ഏതോ ഒരു ലിങ്കും രക്ഷകന്റെ മിഷനുമായിട്ട് ബന്ധമുണ്ട്. ഓവർ ടു ദ ആൻസർ. മിഷണറി, ആധ്യാത്മികത. ഉറപ്പാണോ? അതെ. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. 30 മാർക്ക് കിട്ടിയോ? യെസ്, യെസ്, യെസ്. ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. സെമി ഫൈനൽ റൗണ്ടിൽ 30 മാർക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു. CHF ഇരിങ്ങാലക്കുട നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു അഭിനന്ദനം. വൺസ് അഗൈൻ അബ്സല്യൂട്ട്ലി പവർഫുൾ. നിങ്ങൾ പറഞ്ഞ ചോയ്സ് നമ്മൾ ബന്ധം ഇതാണ്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാക്രിക ലേഖനം ഇറക്കിയ ഒരു വർഷമാണ് 1990. ആ ഉത്തരം ശരിയായിരുന്നു. നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടി. ഈ ചാക്രിക ലേഖനം ഇതിൻ്റെ പേരായിരുന്നു രക്ഷകൻ്റെ മിഷൻ. അതും നിങ്ങൾ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു. അതിലെ ഒരു അധ്യായമായിരുന്നു മിഷണറി, ആധ്യാത്മികത. അതും നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഇതാണ് ഈ ഒരു 3 ഉത്തരങ്ങൾ തമ്മിലുള്ള ബന്ധം. കൺഗ്രാറ്റ്സ്. ഞാൻ നിങ്ങളോട് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞില്ലേ നിസ്സാരമാണെന്ന്.
ആ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. SKD മാനന്തവാടി, നിങ്ങളുടെ അവസരമാണ്. ഒരു വാക്ക് സ്ക്രീനിൽ തെളിയും. ഇവർ ചെയ്തതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഉത്തരത്തിലേക്ക് കടക്കാം. എക്ലേസിയാരും ഓറിയന്താലിയും എന്ന വളരെ സിമ്പിളായൊരു വാക്കാണ് ഇപ്പോൾ സ്ക്രീനിൽ വന്നിരിക്കുക. 4 ചോയ്സുകൾ അതിലേക്ക് വരുന്നു. ചാന്ത, സത്ന, ഉജ്ജയിൻ, സാഗർ. ഈ വാക്കും ഈ 4 ചോയ്സുകളും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട്. അതാണ് ലിങ്ക് റൗണ്ട്. ഓവർ ടു ദ ആൻസർ. ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൻസർ? സത്ന. ഉറപ്പാണോ? ഉറപ്പാണ്. നോക്കാം. ഉത്തരം ശരിയായ 10 മാർക്ക് കിട്ടിയെന്ന്. ഓവർ ടു ദ ആൻസർ. സത്ന. യെസ്, 10 മാർക്ക് കിട്ടി. ഇനിയാണ് അടുത്ത കണക്ഷൻ. നോക്കാം. സത്നയും ഇനി വരാൻ പോകുന്ന ലിങ്കുകളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. വിദിശ, പന്ന, ഷാജാപൂർ, ഹൽബി. എന്താണ് ബന്ധം? പന്ന. പന്ന. നോക്കാം. ആൻസർ കറക്റ്റ് ആണോ നോക്കാം. യെസ്, SKD മാനന്തവാടി, ഇന്ന് നിങ്ങളുടെ കൂടെ വിജയത്തിന്റെ അംശം ശക്തമായിട്ട് കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചോയ്സ് തീർന്നിട്ടില്ല. 30 മാർക്ക് കിട്ടുമെന്ന് നോക്കാം. 20 മാർക്ക് വരെ നേടിക്കഴിഞ്ഞു. 30 മാർക്കിന് 4 ചാൻസുകൾ. ജുണ്ടൽഖണ്ഡി, മറാഠി, ഉറാവു, മുണ്ട. ഈ 4 ചോയ്സുകളും പന്നയുമായിട്ട് എന്തു ബന്ധം? അതിലേതാണ് ശരി? പറയാം, ഉത്തരം പറയാം. മറാഠി. നോക്കാം. മറാഠി ഉത്തരം കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. മറാഠി അല്ല, ശരി ഉത്തരം ജുണ്ടൽഖണ്ഡി എന്നുള്ളതാണ്. സോറി, ആദ്യ റൗണ്ടിൽ 2 റൗണ്ടിൽ 20 മാർക്സ് വരെ കിട്ടി. എങ്കിലും അവസാനത്തെ മാർക്കിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും അഭിനന്ദനങ്ങൾ. അതിന്റെ ലിങ്ക് ഇതാണ്. സത്നയെ രൂപതയായി ഉയർത്തിയ പേപ്പൽ ബൂളയാണ് എക്ലേസിയാരും ഓറിയന്താലിയും. ആ സത്നയിലെ ഒരു ജില്ലയാണ് പന്ന. അവിടുത്തെ ഒരു സംസാര ഭാഷയാണ് നിങ്ങൾ മറാഠി എന്ന് തെറ്റിദ്ധരിച്ചത്. ശരിയായ ഉത്തരം ജുണ്ടൽഖണ്ഡി. ഇതാണ് അതിൻ്റെ ലിങ്ക്. ഓക്കെ, എനിവേ കൺഗ്രാജുലേഷൻ. ഓവർ ടു SH കാഞ്ഞിരപ്പള്ളി. നിങ്ങളുടെ അവസരം. ഓവർ ടു ദ സ്ക്രീൻ. ഒരു വാക്ക് തെളിഞ്ഞു വരും. ഫീൽ എന്ന ഈ വാക്ക് 4 ചോയ്സുകൾ തമ്മിൽ എന്താണ് ബന്ധം? 1493, 1893, 1793, 1923 ഈ വർഷങ്ങളും ഫീലുമായി എന്തോ ഒരു ബന്ധം. ഔട്ട് ടു ദ ആൻസർ. എനി ആൻസർ യു ക്യാൻ ചൂസ്. ലിങ്ക് കണ്ടെത്തിയാൽ ആൻസർ പറയാം. പറഞ്ഞു. 1893. ഉറപ്പാണോ? നമുക്ക് നോക്കാം. 10 മാർക്ക് കിട്ടിയോ നോക്കാം. ഔട്ട് ടു ദ ആൻസർ. യെസ്, യു ഗോട്ട് 10 മാർക്സ്. 1893 തീർന്നില്ല. 20 മാർക്കിന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നു. മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കട്ടക്, HRC, രത്ലാൻ, മാൻപൂർ. ഇതും അതും തമ്മിൽ എന്തോ ഒരു ബന്ധം. പറയൂ, ഉത്തരമേത്? മാൻപൂർ. Are you confident? Over to the answer. നമുക്ക് നോക്കാം. Yes! 20 മാർക്ക് കിട്ടി. നോക്കൂ, മനസ്സ് പതറാതെ അവസാനത്തെ ചോയ്സിലേക്ക് പോയാൽ ഇനിയുള്ള ഈ തലങ്ങളിൽ ഏതാണ് സത്യം എന്നറിഞ്ഞാൽ, കറക്റ്റ് അറിഞ്ഞാൽ 30 മാർക്ക് കിട്ടാൻ പോവുകയാണ്. ഫാദർ തോമസ്, ഫാദർ ലൂയിസ്, ജെബി ഹോഫ്മാൻ, ഫാദർ ജോൺ. ഏതാണ് ശരി? ആലോചിക്കൂ, മറുപടി പറയൂ. 5 നിമിഷം. 30 മാർക്ക് നിങ്ങളുടെ മുമ്പിൽ. 30 മാർക്ക് നഷ്ടപ്പെടാനും 30 മാർക്ക് കിട്ടാനുമുള്ള അവസരത്തിലേക്ക് 20 മാർക്ക് നേടിക്കഴിഞ്ഞു. 30ഓടുകൂടി റൗണ്ട് അവസാനിപ്പിക്കും. ഓവർ ടു ദ ആൻസർ. കം ഓൺ. ഫാദർ ലൂയിസ്. ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാം. സോറി, ഫാദർ ജോൺ. ഉത്തരം ശരിയായില്ല. എങ്കിലും 20 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആക്ച്വലി നൈസ്. ഇതിന്റെ ലിങ്ക് ഇപ്രകാരമാണ്. ഭീൽ ആദിവാസി വർഗത്തിനിടയിൽ ആദ്യ മിഷൻ സ്റ്റേഷൻ തുടങ്ങിയ വർഷമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. നിങ്ങൾ ശരിയായി പറഞ്ഞു. 1893. ഉത്തരം കറക്റ്റ് ആയിരുന്നു. അവിടെ തുടങ്ങിയ ആദ്യ മിഷൻ സ്റ്റേഷൻ്റെ പേരായിരുന്നു മാൻപൂർ. അതോടൊപ്പം ലാസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത് ഫാദർ ലൂയിസ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആയില്ല. ഫാദർ ജോൺ
അദ്ദേഹം ആ മിഷൻ സ്റ്റേഷനിൽ മാൻപൂരിൽ പ്രവർത്തിച്ച ഒരു വൈദികനായിരുന്നു. ഇതായിരുന്നു ലിങ്ക്. ഏതായാലും നിങ്ങൾക്ക് അതിൻ്റെ 20 മാർക്സ് നേടാൻ സാധിച്ചു. അടുത്ത അവസരം SABS എറണാകുളത്തിലേക്ക് പോവുകയാണ്. നിങ്ങളിതെല്ലാം കണ്ടല്ലോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഔട്ട് ടു ദ സ്ക്രീൻ ആദ്ജന്തസ് എന്നാണ് ഈ ഒരു വേർഡ്. 4 ചോയ്സുകൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ അവസരം. ജോൺ 23-ാമൻ, പോൾ 6-ാമൻ, ജോൺ ബോൾ 2nd, ബെനഡിക്ട് 15-ാമൻ. ഈ 4 ചോയ്സിൽ ഏത് ചോയ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുമായിട്ട് ലിങ്ക് ഉള്ളത്? പോൾ 6-ാമൻ. പോൾ 6-ാമൻ. ഉത്തരം ശരിയാണോ നമുക്ക് പരിശോധിക്കാം. പോൾ 6-ാമൻ. യെസ്, ഉത്തരം ശരിയാണ്. 10 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ലിങ്ക്? ആദ്ജന്തസ് പ്രസിദ്ധീകരിച്ച പാപ്പയാണ് പോൾ 6-ാമൻ. ഇതായിരുന്നു ലിങ്ക്. നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ സാധിച്ചു. ആദ്യ റൗണ്ട് ആ ഘട്ടം വിജയിച്ചു, 10 മാർക്ക്. പക്ഷേ അടുത്ത ഘട്ടം ഇനി ഒരു 4 ലിങ്ക് വരാൻ പോവുകയാണ്. നോക്കാം. ദൈവരാജ്യം മിഷണറി, ആധ്യാത്മികത, പ്രേക്ഷിത സഹകരണം, ആൽമാരുടെ ദൈവവിളി, ഇതും പോൾ 6-ാമനുമായിട്ട് ഉള്ള ബന്ധം എന്താണ്? ലിങ്ക് മനസ്സിലായെങ്കിൽ പറയാം. ഔട്ട് ടു ദ ആൻസർ. ഔട്ട് ടു ദ ആൻസർ. 5 seconds. Come on. ദൈവരാജ്യം. ദൈവരാജ്യം എന്ന ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. സോറി, ഉത്തരം അവിടെ നമുക്ക് മിസ്സായി. ആ ചോയ്സ് കറക്റ്റ് ആയില്ല. ആദ്യം പ്രസിദ്ധീകരിച്ച പാപ്പ പോൾ 6-ാമൻ, അതിലെ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഇതിനകത്ത് കൊടുത്തിരുന്നത്. അവർ ഓപ്ഷൻ ദൈവരാജ്യമായിരുന്നില്ല, പ്രേക്ഷിത സഹകരണം എന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും 10 മാർക്ക് നിങ്ങൾക്ക് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്കും 20 മാർക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെ നിൽക്കുക. SH ബാല, നോക്കുക, വാക്ക് നോക്കുക, ചോയ്സ് കാണുക. റേരും എക്ലേസിയ. 4 സാധ്യതകൾ ഇപ്പോൾ വരുന്നു. ഏത് ലിങ്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്? പയസ് 9-ാമൻ, ബെനഡിക്ട് 15-ാമൻ, പിയൂസ് 11-ാമൻ, പയസ് 12-ാമൻ. ഇതിൽ ഏത് ചോയ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്? ഔട്ട് ടു ദ ആൻസർ. എന്താണ് റേരും എക്ലേസിയയും ഈ 4 ചോയ്സുകൾ തമ്മിലുള്ള ബന്ധം? ആ ലിങ്ക് വി ക്യാൻ മൂവ്. പിയൂസ് 11. പിയൂസ് 11. ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. 10 മാർക്ക് ലഭിക്കുന്നുണ്ടോ നോക്കാം. പിയൂസ് 11-ാമൻ. യെസ്, ഉത്തരം കറക്റ്റ് ആണ്. 10 മാർക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതിനെ തുടർന്ന് മറ്റ് 4 ലിങ്കുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. കുരിശുയുദ്ധം, മിഷൻ സൺഡേ, സമാധാന ദിനം, യൂണിറ്റ് ഒക്ടേവ്. ഇതിൽ ഏത് ലിങ്കാണ് പിയൂസ് 11-ുമായിട്ട് മാച്ച് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ലിങ്ക് നിങ്ങൾക്ക് പറയാം. കറക്റ്റ് ആണ് നോക്കാം. ഔട്ട് ടു ദ ആൻസർ. മിഷൻ സൺഡേ. ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. 20 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. യെസ്, യു ഗോട്ട് 30 മാർക്സ്. മിഷൻ സൺഡേ. ഈ ഒരു ലിങ്ക് എന്താണെന്ന് നോക്കിയാൽ പിയൂസ് 11-ാമൻ ആണ്. പിയൂസ് 11-ാമനാണ് മിഷൻ സൺഡേ സ്റ്റാർട്ട് ചെയ്ത്. അതാണ് ആ ലിങ്ക്. പക്ഷെ തീരുന്നില്ല. 20 മാർക്ക് കിട്ടി. 30 മാർക്ക് കിട്ടുമോ എന്നൊരു ശ്രമം. അടുത്ത 4 ലിങ്കുകൾ, ഓപ്ഷൻസ്: 1904, 1826, 1926, 1914. ആൻസറിലേക്ക് 1926. 1926. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. യെസ്, 30 മാർക്സ്. ഈ റൗണ്ടിൽ 30 മാർക്സ് CHF ആണ് ഇതിനു മുമ്പ് നേടിയത്. നിങ്ങളും നേടിക്കഴിഞ്ഞു. അബ്സല്യൂട്ട്ലി പവർഫുൾ. എന്താണ് ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത? മിഷൻ സൺഡേ ആരംഭിച്ച വർഷമാണ് 1926. മിഷൻ സൺഡേ സ്റ്റാർട്ട് ചെയ്ത വർഷം. ഏതായാലും സുന്ദരമായ ലിങ്ക്. പിതാവായ ദൈവവും പുത്രനായ മിശിഹായും പരിശുദ്ധാത്മാവും എല്ലാമുള്ള അത്രിത്വത്തിൻ്റെ ലിങ്ക് പോലെ ഈ റൗണ്ടിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. എത്ര പേർക്ക്, ഏതൊക്കെ ടീമുകൾക്ക് ഏതൊക്കെ മാർക്ക് കിട്ടി എന്നുള്ളത് സ്കോർ ബോർഡ് അറിയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് മനസ്സിലാകും. അതിനുവേണ്ടി കാത്തിരിക്കുക. വെയിറ്റ് ആൻഡ് സീ. അത്യന്തം ആവേശകരമായിരുന്ന ഫസ്റ്റ് റൗണ്ട് ലിങ്ക് റൗണ്ട് കഴിയുമ്പോൾ ഓരോ ടീമുകൾക്കും ലഭിച്ചിരിക്കുന്ന ടോട്ടൽ പോയിന്റ് എത്രയാണെന്ന് നോക്കാം. Our first team SH Pala. SH Pala ടീമിന് ലഭിക്കുന്നു 30 points. SABS തൃശൂർ ടീമിന് ലഭിക്കുന്നു 10 points.
CHF ഇരിങ്ങാലക്കുട. CHF ഇരിങ്ങാലക്കുടയുടെ പരിശ്രമത്തിന്റെ ഫലമായി അവർക്ക് ലഭിക്കുന്നു 30 points. SKD മാനന്തവാടി. SKD മാനന്തവാടി ടീമിന് ലഭിക്കുന്നു 20 points. SH കാഞ്ഞിരപ്പള്ളി. SH കാഞ്ഞിരപ്പള്ളി ടീമിന് ലഭിക്കുന്നു 20 points. SABS എറണാകുളം. SABS എറണാകുളം ടീമിന് ലഭിക്കുന്നു 10 points. യവന കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുന്നതായി പറയുന്ന പുരാതന തമിഴ് കവിത ഏതാണ്? അൽബുക്കർക്ക് കേരളത്തിലെത്തിയത് എന്ന്. ചില സമയത്ത് എങ്ങനെയാണ് റിസ്ക് എടുക്കാൻ തയ്യാറാക്കി കഴിയുമ്പോൾ ദൈവം കൂടുതൽ അനുഗ്രഹിക്കും എന്ന് പറയുന്ന ചില നിമിഷങ്ങളുണ്ട്. റിസ്ക് എടുക്കൽ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു തമാശ പറഞ്ഞെങ്കിലും ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. SABS എറണാകുളം 10 പറഞ്ഞു. നിങ്ങൾ ഒരു കോൺഗ്രിഗേഷനൊക്കെ അല്ലേ, ഒരു മാനസിക പൊരുത്തം ഉള്ളത് നല്ലതല്ലേ? ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കോൺഗ്രിഗേഷന് അഭിമാനിക്കാം. തിരുവചനം ജീവിച്ചിന്ന് സാക്ഷ്യമേകിടാം, മാർത്തോമാ തെളിച്ച നാളം പകർന്നു നൽകിടാം. യേശുവിനെ അറിയാത്തവരായേറെയുണ്ടിനിയും, രക്ഷകന്റെ നാമമൊന്നായി നമുക്ക് ഘോഷിക്കാം. വന്നു പ്രേഷിത വർഷം വീണ്ടും മാറ്റൊലിക്കൊള്ളൂ, ഭാരതമേ നിൻ രക്ഷ നിന്നുടെ സുതരിൽ ഉണരൂ പ്രേഷിത